ഐക്യൂന്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു. iQOO C11 Lite 44 വാട്ട് 5G. ഫോണിന്റെ ബോക്സിനകത്ത് ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ, ബാക്ക് കേസ് ഉണ്ട്, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻസ്, 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജർ, ചാർജ് ചെയ്യുന്നതിന് വേണ്ടി A to C ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ചാർജർ ടൈപ്പ് ഒക്കെ എങ്ങനത്തെ നോക്കേണ്ട ഒരു കാലമാണ്. കാരണം സ്മാർട്ട് ഫോണുകളെല്ലാം പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൈക്രോ USB ചാർജിങ് കേബിളൊക്കെ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് നോക്കിയത്. അതുപോലെ സിം ഇജക്ടർ പിൻ ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ. യെസ്, നമുക്ക് കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ. അതുപോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയും ആ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വല സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ സ്പീക്കർ ഔട്ട് പോലെ തോന്നുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, USB Type-C ചാർജിംഗ് പോർട്ട്. ഇടത് സൈഡിലാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കുണ്ട്. ബാക്കിൽ നമുക്ക് 2 ക്യാമറകൾ ഉണ്ട്. അതിനകത്ത് ഒന്നൊരു പ്രൈമറി സെൻസർ, ഒന്നൊരു ഡെപ്ത് സെൻസറും പോലെ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ ഡൈനാമിക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ കാണിക്കാൻ സാധിക്കും ഫോണിന്റെ ബാക്കിൽ. അത് എപ്പോഴാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത്, അതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, അതുപോലെ മ്യൂസിക് പ്ലേ ബാക്ക് ടൈമിൽ, അതുപോലെ തന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ട്, അതായത് ഫോണിന്റെ ബാറ്ററിയൊക്കെ കുറവാണെങ്കിൽ റെഡ് ലൈറ്റ് കത്തിച്ചൊക്കെ കാണിക്കും. അങ്ങനെ നമുക്ക് പല കളർ നമുക്ക് ഇതിനകത്ത് ഓരോ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇതിന്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ 8.3 mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്. 209 ഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാരം. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലരെങ്കിലും ഇപ്പോൾ തന്നെ നെറ്റി ചൊളിക്കും. കാരണം ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച്, അതുപോലെ LCD ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. HD+ റെസൊല്യൂഷനെ നൽകിയിട്ടും ഉള്ളൂ. പക്ഷേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എബോവ് ആവറേജ് ചിഹ്നം എന്ന് പറയുന്ന ഭാഗമൊക്കെ ഒരു ഇത്തിരി കൂടുതലായിട്ടുണ്ട്. LCD ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു മോശം LCD ഡിസ്പ്ലേ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1200 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ HDR സപ്പോർട്ട് ഇല്ല. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ, ഇപ്പോൾ 30,000 പ്രൈസ് റേഞ്ചിലെ ഫോണിലും വരുന്നുണ്ട് ഈ ഒരു പ്രോസർ എന്ന് വേണം പറയാൻ. അതുപോലെ AnTuTu സ്കോർ വന്നിട്ട് 5,72,572 ആണ്. ഈ ഒരു MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസസർ ഈ പറഞ്ഞ പോലെ ഒരു 6 ലക്ഷം 6.5 ലക്ഷം വരെയൊക്കെയുള്ള ഒരു AnTuTu സ്കോർ ആണ് നൽകുന്നത്. അതിനടുത്തുള്ള ഒരു സ്കോർ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നു. നമ്മളിവിടെ ഫോണിന്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമല്ല. ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് വരുന്നത് 95% ആണ്. ഒരു കാര്യം പറയാം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB റാമിലാണ്. എന്തായാലും അത് iQOO നേരത്തെ നമ്മളോട് പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. 4GB 128, 6GB 128, 6GB 256 എന്നീ 3 വേരിയന്റ് ആണ് കിട്ടുന്നത്. ഇതിന്റെ റാം വന്നിട്ട് LPDDR4X റാമും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 60 FPS നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. ഇത്ര നേരത്തെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇതൊരു എൻട്രി ലെവൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഇതിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആവറേജ് ലെവലായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പെർഫോമൻസ് പാനലിൽ മോൺസ്റ്റർ മോഡും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല ഗെയിം ടൂൾ എന്ന സെറ്റിംഗ്സിൽ നിരവധി ഓപ്ഷൻസും ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. 6500 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാർജിംഗ് സൈഡ് അല്ലെങ്കിൽ ബാറ്ററി സൈഡ് എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. ക്യാമറയിൽ വന്നാൽ പ്രൈമറി ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലിന്റെ സോണി IMX852 എന്ന് പറയുന്ന ക്യാമറയാണ്. അതുപോലെ ഒരു ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 5 മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഇതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഇതിന്റെ റിയൽ ക്യാമറ എങ്ങനെ ഇരിക്കും എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു വീഡിയോ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്താൽ മതി. അത് അത്ര ബെറ്റർ അല്ല. പക്ഷേ ഫോട്ടോകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ അത്ര ബെറ്റർ ആയിട്ട് തോന്നില്ലെങ്കിലും എടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്ത് കുറച്ച് നന്നാക്കി തരും എന്നുള്ളതേ പറയാനുള്ളൂ. എടുക്കുന്ന ഫോട്ടോകൾ എടുത്തു കഴിയുമ്പോൾ കണ്ടാൽ കൊള്ളാം എന്നേ പറയുന്നുള്ളൂ. ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷേ വീഡിയോ നമ്മൾ ഈ പറഞ്ഞ കുറച്ചുകൂടി വലിയ പ്രോസസ്സിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ അത്ര ബെറ്റർ അല്ല. അപ്പം ബാക്ക് ക്യാമറ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീഡിയോ ഒരു അല്പം മോശമാണ്. മാത്രമല്ല വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ തീരെയില്ല. നടന്നുകൊണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേക്കുണ്ട്. ഫോട്ടോ കുറച്ച് സോഫ്റ്റ് ആണ്. കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഫോട്ടോ ആവറേജ് എന്നേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD 30 FPS വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. 4K സപ്പോർട്ട് നൽകിയിട്ടില്ല. അതുപോലെ ഫോട്ടോസ് എടുക്കുമ്പോൾ കണ്ടില്ലേ, അട്ടിപ്പിച്ച് ഫോട്ടോ എടുത്താൽ എത്ര ഫോട്ടോസാണ് വരുന്നത്.
വളരെ കുറച്ച് ഫോട്ടോസേ ക്ലിക്ക് ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് ഒരു നല്ല ഒരു ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ചുരുക്കം. ആൻഡ്രോയിഡ് 16 ആണ് ഫോണിനകത്തുള്ളത്. അതുപോലെ വിവോ IQ UA ആയിട്ടുള്ള ഒറിജിൻ OS 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അതായത് ആൻഡ്രോയിഡ് 18 വരെയുള്ള അപ്ഡേറ്റ് കിട്ടും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IQ നൽകും. ഫോണിനകത്ത് മോണോ സ്പീക്കേഴ്സ് ആണ്. സാധാരണ മോണോ സ്പീക്കർ വരുമ്പോൾ താഴെ ബോട്ടം ഫയറിംഗിലായിട്ടാണ് സ്പീക്കർ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ മുകളിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി പോരാ, അത്ര ക്വാളിറ്റി ഒന്നും ഈ ഒരു സ്പീക്കർ തരുന്നില്ല. ഫിംഗർ പ്രിന്റ് LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒറിജിൻ OS ആയതുകൊണ്ട് തന്നെയും ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. IP65 റേറ്റിംഗ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്പ്ലാഷ് റെസിസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ NFC സപ്പോർട്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IQ കൊടുത്തിട്ടില്ല. ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ള ഗുണം എന്ന് പറയുന്നത് 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചാർജർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 6500 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഫോണിന്റെ ഡിസൈൻ കൊള്ളാം, ബാക്കിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്. ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിൽ 4K റെസൊല്യൂഷൻ ബാക്ക് ക്യാമറയിൽ പോലുമില്ല. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആണ്, HD+ റെസൊല്യൂഷനേ ഉള്ളൂ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്, മോണോ സ്പീക്കർ ആണ്, IP65 റേറ്റിംഗേ ഉള്ളൂ, NFC സപ്പോർട്ട് ഇല്ല, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഇതൊക്കെ കിട്ടുന്ന ചില ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികം കിട്ടാനില്ല ഈ പ്രൈസ് പോയിന്റിൽ എന്നുള്ളതാണ് സത്യം. കാര്യം ഫോണുകളിലേക്ക് വില കൂടി. അടുത്തായിട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ല. അവർ പറഞ്ഞിരുന്നില്ല, ലോഞ്ചിന് മുമ്പാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസ് ഉണ്ട്. അതായത് ഇവരുടെ IQ C10 ലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് മുൻഗാമിക്ക് ഇപ്പോൾ നിലവിലുള്ള വില എന്ന് പറയുന്നത് 4GB RAM 64ന്റെ വില 17,000 രൂപയാണ്, 16,999 രൂപ. അപ്പോൾ ഈ ഒരു ഫോണിന്റെ വില എന്തായാലും 17,999 രൂപ മുതൽ ഒരു 19,999 രൂപ വരെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിലും കൂടാം, അതിലും കുറയാം. എന്തായാലും പ്രൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഊഹം കറക്റ്റ് ആണെങ്കിൽ 19,999 ഒരു പക്ഷേ വിൽക്കുന്നത്. 4GB RAM ആയിരിക്കും എന്തായാലും ബേസ് വേരിയൻ്റ് ആയിട്ട് വരിക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോണുകളെല്ലാം വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.